ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഈ ഒരു ഫോണിലാണ് ഏറ്റവും കൂടുതൽ പ്രമോഷനിൽ വന്നിട്ടുള്ള ഫോൺ. വേറെ ഒന്നുമല്ല, സാംസങ്ങിൻ്റെ A55. അത് ഉടായിപ്പാന്ന് പറയാനുള്ള കാരണമുണ്ട്. നിങ്ങൾ ആ ഒരു 42,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് One UI 6.1, പിന്നെ IP67, പിന്നെ സാംസങ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് ലോഗോ, പിന്നെ സാംസങ്ങിൻ്റെ ആ ഒരു AMOLED. നിങ്ങൾ ആ ഒരു റേഞ്ചിന് കുറച്ച് താഴേക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു 38-39 ആ റേഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസും ക്യാമറയും അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫോൺസ് ഉണ്ട്. അത് രണ്ടെണ്ണമാണ്, IQ Neo 9 Proയും പിന്നെ ആ ഒരു OnePlusന്റെ 12R. ഇതിനെയൊക്കെ കളഞ്ഞിട്ടാണ് നിങ്ങൾ 42,000 രൂപ കൊടുത്ത് ഈ ഒരു സാംസങ്ങിൻ്റെ A55 മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ കാശ് വെറുതെ കളഞ്ഞു. അത്ര ഉള്ളൂ എനിക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോണിൽ ഒരു വകയില്ല. അത്രയും രൂപ നിങ്ങൾ കൊടുത്ത് ആ ഒരു ഫോൺ വാങ്ങിയിട്ടാണ് ആ ഒരു ഫോണിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം സാംസങ് നിങ്ങൾ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഫോൺസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഫോൺസിൻ്റെയും ഡിസൈനും സ്പെക്കൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും പ്രീമിയം ക്വാളിറ്റിയാണ്. അവിടെ ഡിസ്പ്ലേയുടെ ബെസലിൻ്റെ കാര്യത്തിലായാലും സിമെട്രിക്കൽ ബെസലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഡിവൈസിൽ വരുന്നത്. ആ ഒരു സമയത്ത് ഒരു സാംസങ്ങിൻ്റെ A55 അവർ കാണിച്ചു വെച്ചിട്ടുള്ളത് സിമെട്രിക്കൽ അല്ലാത്ത ബെസൽസ്, ആളെക്കാളും വലിയ ബെസൽസ് എന്ന് തന്നെ പറയാം. ആ ഒരു ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ, അറിയാം, സൂപ്പർ AMOLED ഡിസ്പ്ലേ, 6.6 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ, നൈസാണ്. പക്ഷേ ആ ഡിസ്പ്ലേയുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത്രയും വലിയ ഡിസ്പ്ലേ വെച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഫോണിന്റെ കുറെ പ്രൊമോഷൻസ് അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ നിറഞ്ഞു നടക്കുക. എനിക്ക് മെയിനായിട്ട് കിട്ടിയൊരു വീഡിയോ ഇതാണ്. എക്സിനോസിന്റെ 1480 എന്ന് പറയുന്ന 4nm ഒക്ടാ-കോർ പ്രൊസസർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസിൽ ചെറിയ രീതിയിലൊരു അപ്ഗ്രേഡ് ഈ ബ്രോവിന്റെ ആണ്. ആ ഒരു ഫോണിന്റെ സ്പെക്കും പിന്നെ ആ ഒരു ഏതോ ഒരു ഫോണിനേക്കാളും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ആ ബ്രോ എന്താ ഉദ്ദേശിച്ചത്. കൊളാബറേഷനൊക്കെ ആവാം, പക്ഷെ ഒരു ലിമിറ്റ് വേണം. അത്രയും രൂപ കൊടുത്ത് ആ ഒരു ഡിവൈസ് വേറെ ആരും വാങ്ങുമെന്ന് ആ ബ്രോ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രയും അതിലും നല്ല ഡിവൈസസ് ഒക്കെ ഉള്ളപ്പോൾ, അതും എക്സിനോസിന്റെ 4080 എന്ന് പറയുന്ന ചിപ്പൊക്കെ ആയിട്ട് വരുന്ന സാംസങ്ങിന്റെ A55 പെർഫോമൻസിലും മൂഞ്ചിക്കലാണ്. അതുപോലെ തന്നെ ക്യാമറയിലും ഒരുമാതിരി ആവറേജ് ക്യാമറ പെർഫോമൻസ്. ഇങ്ങനെയുള്ളൊരു ഡിവൈസ് പ്രൊമോഷൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ബ്രാൻഡ്സാണ് ഈ ഒരു ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് വരുന്നത്. ശരിയാണ്, നിങ്ങൾക്ക് A55 മേടിച്ച നേരത്തെ പറഞ്ഞ പോലെ തന്നെ IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ബിൽഡ് വരുന്നുണ്ട് ഇതിനകത്ത്. അതായത് അലുമിനിയം ഫ്രെയിമും ഗ്ലാസ് ബാക്കും ഗ്ലാസ് ഫ്രണ്ടും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ട് കിട്ടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ്, അതായത് One UI ആണ്. ആ ഒരു One UI കിട്ടും ഈ റേഞ്ചിൽ. വേറെ ഒരു പരിപാടിയും നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ കിട്ടില്ല. പിന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന One UI ബ്ലോട്ട് വേഴ്സിൻ്റെ അഴിഞ്ഞാട്ടമാണ്. ഇഷ്ടം പോലെ ബ്ലോട്ട് വേഴ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കാണാം. സ്നാപ്ചാറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആയിട്ടും പല ആപ്ലിക്കേഷൻസും കാണാൻ പറ്റും. ആ ഒരു റേഞ്ചിലുള്ള വേറൊരു ഫോണിൽ ഇപ്പോൾ OnePlus 12R എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബ്ലോട്ട് വേഴ്സ് നിങ്ങൾക്ക് മഷിയിട്ടാൽ പോലും കാണില്ല. OnePlusൻ്റെതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ ഇല്ലാതെ ബ്ലോട്ട് വേഴ്സ് ഉണ്ടോ? ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ IQ Neoയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് IQ ആണ്, ഫണ്ട് ചോയ്സ് ആണ്, കുറച്ചൊക്കെ ബ്ലോട്ട് വേഴ്സ് വരും. എങ്കിലും ആ 42,000 രൂപയുടെ ഫോണായിട്ടും അതിനകത്ത് ആകെ മാക്സിമം ഒരു 6-7 ആപ്ലിക്കേഷൻസ് ഉണ്ടാവും ബ്ലോട്ട് വേഴ്സ് ആയിട്ട്. അല്ലെങ്കിൽ അതിന് കുറവായിരിക്കും മിക്കവാറും. നിങ്ങളിപ്പോൾ യൂസേഴ്സ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസിന് താഴെ കമൻറ്റ് ചെയ്യാം. പക്ഷേ സാംസങ്ങിൽ 10-12 ബ്ലോട്ട് വേഴ്സും അതുപോലെ തന്നെ ആപ്പ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് വരും. ഇങ്ങനെ ആപ്പ് സജഷൻസ് ആയിട്ട് കുറേ പരിപാടിയായിട്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം യൂസർ എക്സ്പീരിയൻസിൻ്റെ കുറേ ആഡും പിന്നെ ലോക്ക് സ്ക്രീനിൽ ആഡ്, ഗ്ലാൻസ് എന്ന് പറഞ്ഞ സംഭവം പ്രീ ആക്ടിവേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതായത് ലോക്ക് സ്ക്രീൻ കാണുമ്പോൾ നമ്മൾ കുറേ വാൾപേപ്പേഴ്സും ന്യൂസൊക്കെ വരുന്നുണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു ഗ്ലാൻസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെയാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഫോണാണ് നിങ്ങൾ ഈ 42,990 രൂപയ്ക്ക് വാങ്ങുന്നത്. പിന്നെ എനിക്കറിയാം, നമ്മളിപ്പോൾ ഒരു EMI ആയിട്ടൊരു ഫോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ, ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സാംസങ്, വിവോ, പിന്നെ ഓപ്പോ, റിയൽമി, പിന്നെ മോട്ടറോള ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ എടുക്കാൻ പറ്റാത്തവരായിട്ടുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ആ ഒരു റേഞ്ചിൽ വരുന്ന വിവോയും ഓപ്പോ എടുക്കണേക്കാളും ഏറ്റവും നല്ലത് സാംസങ്ങിൻ്റെ ആ ഒരു ഫോൺ എടുക്കാനേ വേറെ ഓപ്ഷനുള്ളൂ. നമ്മളുടെ ഗതികേടോട് നമ്മൾ സാംസങ്ങിൻ്റെ ആ ഒരു ഫോൺ അത്ര വിലയ്ക്ക് മേടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാംസങ്ങിൻ്റെ A55 നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു IQയും OnePlusൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് അതിനകത്ത് Gen 2 ഒക്കെയാണ് പ്രോസസ്സറായിട്ട് വരാം. പിന്നെ OnePlus 12R ക്യാമറ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്യാമറയാണ്. ഓവറോൾ ഒരു അടിപൊളി ഫോണാണ് ഈ ഒരു OnePlus 12R. ഇതിപ്പോൾ നിങ്ങളൊരു പെർഫോമൻസ് മെയിൻ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് IQ Neo 9 Pro ബെസ്റ്റ് ചോയ്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ല സാംസങ്ങിൻ്റെ ബ്രാൻഡ് ക്വാളിറ്റി ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ A55 എടുത്താൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു One UI 6 ഒക്കെ ഉണ്ടാവും. ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് നൈസായിട്ട് അത് യൂസ് ചെയ്യാം. ഡേ ടു ഡേ ടാസ്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകും. പിന്നെ ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ആ ഫോണിൻ്റെ ഇതങ്ങ് മാറും. എക്സിനോസ് ആണ്, എക്സിനോസ് ഹാങ് ആവും, അങ്ങനെയാണ്. ഓക്കെ, എക്സിനോസിൻ്റെ കുറേയധികം പരിപാടികൾ ചെയ്തിട്ടും ഹാങ് ആവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇത്തിരി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സിനോസിൻ്റെ ഗ്രാഫിക് പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ കുറേ നേരം നമ്മൾ ഗെയിം കളിച്ച് കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ ത്രോട്ടിൽ ചെയ്യാൻ തുടങ്ങും, ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ ഒരു ചിപ്പിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം, ഈ ഒരു എക്സിനോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിപ്പിന് വേണ്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഒപ്റ്റിമൈസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഡെവലപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ എക്സ്പീരിയൻസ് നമുക്ക്
ഈ ഒരു എക്സിനോസ് ചിപ്പുകളുള്ള സാംസങ് ഡിവൈസസിൽ വർക്ക് ആവുന്നില്ല. അതായത് നമുക്ക് ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടില്ല. ഇപ്പോൾ ഈ 2024 ആയിട്ട് സാംസങ്ങിൻ്റെ മിക്ക ഈ ഒരു റേഞ്ചിലുള്ള ഡിവൈസസ് ഒക്കെ ഇപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ ചിപ്പാണ് കാണുന്നത്. ഇത്ര നാൾ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സ് ഒക്കെ കാണാമായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ഇനി അങ്ങോട്ടും എക്സിനോസ് ആണെങ്കിൽ ഈ റേഞ്ചിലുള്ള ഡിവൈസസ് ഒക്കെ നല്ല മൂന്നിലായിരിക്കും സാംസങ്ങിൻ്റെ ഭാഗത്തുനിന്ന്. ഇനി സാംസങ് ഈ എക്സിനോസ് നല്ല രീതിയിൽ പണിത് അടിപൊളിയായിട്ട് ഇറക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഈ A55 തന്നെ എടുത്താൽ മതി എന്നാണ് നിങ്ങളുടെ ആ ഒരു തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു ഷോ ഓഫ് ആയിട്ട് യൂസ് ചെയ്യാം. S24 S23 സീരീസ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ അതിലിരുന്ന് കാണുമ്പോൾ. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഷോ ഓഫ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം ഈ ഒരു A55 വെച്ചിട്ട്. കാരണം S23യുടെയും S24ൻ്റെ അനിയൻ്റെ അനിയനായിട്ടൊക്കെ വരുന്നൊരു ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാംസങ്ങിൻ്റെ ഡിവൈസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആ ഒരു സ്ട്രാറ്റജികളാണ്. ഈ ഒരു റേഞ്ചിലുള്ള ഡിവൈസസിലൊക്കെ നല്ല സ്പെസിഫിക്കേഷനൊന്നും അവർ കൊടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ S23 FE എന്ന് പറഞ്ഞ ആ ഒരു ഡിവൈസ് എന്താണ് കാണിച്ചിട്ടുള്ളത്, നല്ല കംപ്ലയിൻസ് മിക്കവരും പറയുന്നുണ്ട്. അതിനകത്ത് എക്സിനോസിൻ്റെ ആ ഒരു ചിപ്പ് വന്നിട്ട് പെർഫോമൻസ് ലാഗും ഡ്രോപ്പൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളത് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, നല്ലതാണെങ്കിലും ചീത്തയായാലും. ഇപ്പോൾ ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, അതൊരു വിഷയമല്ല. കാരണം നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. അപ്പം ആ ഒരു കമൻ്റ് ആയിരിക്കും എനിക്ക് ഇത്രകൂടിയും അടിപൊളിയായിട്ട് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇത് 42,000 രൂപയ്ക്ക് ഈ ഒരു ഡിവൈസ് എടുക്കുന്നേക്കാളും മുമ്പ് നിങ്ങൾക്ക് ബാക്കി ഓപ്ഷൻസൊക്കെ നോക്കാം. അതായത് മെയിനായിട്ടും ഐക്യൂടെ ആ ഒരു Neo 9 Proയും OnePlus 12R ഒക്കെ നോക്കാം. ഇനിയിപ്പോൾ അതല്ല, അതിൽ രണ്ടും നിങ്ങൾക്ക് എടുക്കണം, അതിൽ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സംശയം മാറ്റാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു A55 അടുത്തേക്ക് സൂക്ഷിച്ച് പോവുക. അത് കൺസിഡർ ചെയ്യാനേക്കാളും മുമ്പ് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നോക്കിയും കണ്ടു എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.